പുതിയ തെരുവിലെ ഗതാഗത കുരുക്കഴിക്കാൻ ഗതാഗത പരിഷ്കാരം പ്രഖ്യാപിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ ജനുവരി 31 മുതൽ 5 ദിവസത്തേക്കാണ് ഗതാഗത പരിഷ്കാരം. കണ്ണൂർ ഭാഗത്ത് നിന്ന് മയിൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നേരെ വളപട്ടണം ഹൈവേ ജംഗ്ഷൻ റോഡ് വഴി പോകണമെന്നതാണ് പ്രധാന പരിഷ്കാരം. ദേശീയപാതയിൽ പുതിയ തെരു മേഖലയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കുന്നതിന് ജനുവരി 31 മുതൽ ഫെബ്രുവരി 4 വരെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തുകയെന്ന് കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. കളക്ടറുടെ അധ്യക്ഷതയിൽ കെ.വി. സുമേഷ് എം.എൽ.എയുടെ സാന്നിധ്യത്തിൽ ആർ.ടി.ഒയും പോലീസും ജനപ്രതിനിധികളും ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പരിഷ്കരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ഭാഗത്തു നിന്ന് മയിൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നേരെ വളപട്ടണം ഹൈവേ ജംഗ്ഷനിൽ പോയി യു-ടേൺ എടുത്ത് മയിൽ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകണം. നിലവിൽ വില്ലേജ് ഓഫീസിന് എതിർവശത്തുള്ള തളിപ്പറമ്പ് പഴയങ്ങാടി അഴീക്കൽ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് ഹൈവേയിലെ ടെമ്പോ സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കും. പുതിയ തെരുവിൽ നിന്നും മയിൽ ഭാഗത്തേക്ക് നിലവിൽ ഇറക്കത്തിലുള്ള ബസ് സ്റ്റോപ്പ് 50 മീറ്റർ താഴെ സൂപ്പർ മാർക്കറ്റിന് മുന്നിലേക്ക് മാറ്റും. കണ്ണൂരിൽ നിന്നും വരുന്ന ചെറുവാഹനങ്ങൾ പുതിയ തെരു ജംഗ്ഷൻ ഒഴിവാക്കി പള്ളിക്കുളം രാജാസ് ഹൈസ്കൂൾ കടലായി അമ്പലം വഴി ഹൈവേയിൽ കയറണം. മയിൽ ഭാഗത്തു നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പുതിയ തെരു ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് യു-ടേൺ എടുക്കുവാൻ പറ്റുന്ന ഭാഗത്തു നിന്ന് യു-ടേൺ എടുത്ത് പോകണം. മയിൽ ഭാഗത്തു നിന്ന് വരുന്ന സ്വകാര്യ വാഹനങ്ങൾ കഴിവതും കൊല്ലർത്തിക്കൽ റോഡ് വഴി ടോൾ ബൂത്തിലേക്ക് കയറേണ്ടതാണ്. പരിസര പ്രദേശത്തുള്ള ചെറുവാഹനങ്ങൾ കഴിവതും സൗകര്യപ്രദമായ ഉപറോഡുകൾ ഉപയോഗിക്കണം. കക്കാട് നിന്നും പുതിയ തെരു ഭാഗത്തേക്ക് വരുന്ന ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ സ്റ്റൈലോ കോർണർ വഴി വരാതെ കൊറ്റാളി പൊടിക്കുണ്ട് വഴി ഹൈവേയിലേക്ക് പ്രവേശിക്കണമെന്നും പരിഷ്കരണത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന മേഖലയാണ് പുതിയ തെരു. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ജില്ലാ ഭരണകൂടം ആർ.ടി.ഒയെ നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി എം.എൽ.എയുടെ നേതൃത്വത്തിൽ പുതിയ തെരു ടൗണിൽ പരിശോധനകളും നടന്നു. നേരത്തെ വളപട്ടണം പാലം പാപ്പിനിശ്ശേരി വഴി നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണം വിജയമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പുതിയ തെരുവിലെ ഗതാഗത കുരുക്കഴിക്കാനുള്ള പരിഷ്കരണ ശ്രമം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.